സൺഡേ ഉച്ച കഴിഞ്ഞപ്പോഴാണ് പുറത്ത് പോയി ഒരു ചായ കുടിക്കാമെന്നുള്ള പ്ലാൻ ഇട്ടത്. നോർമലി നമ്മൾ സൺഡേസ് ഒന്നെങ്കിൽ പോകുന്നത് കല്ലൂർ അല്ലെങ്കിൽ എടപ്പള്ളിയാണ് പോവാറ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എടപ്പള്ളിക്ക് പോകാമെന്നുള്ള പ്ലാൻ ഇട്ടു. എടപ്പള്ളിയിൽ നമ്മൾ നേരെ ചെല്ലുന്നത് ബൂഫിയ സ്ക്വയറിലാണ് കേട്ടോ. ബൂഫിയയിൽ ഞാൻ ഒരു 2021 മുതൽ അപ്പോഴാണ് കട സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഞാൻ അവിടുത്തെ ചായ അഡിക്റ്റാണ്. ഞാനല്ല, ഞങ്ങൾ രണ്ടും. കാരണം നല്ല ചായയാണ് കേട്ടോ അവിടുത്തെ. ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ലുലുവിൻ്റെ അടുത്ത് ഇംഗ്ലീഷ് കളേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അവിടുന്ന് നമ്മൾ നേരെ വേറൊരു പ്ലാൻ ഇട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്ന്. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അവളുടെ കോക്കോയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കോക്കോ നമ്മളെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പുതിയ 2 ആൾക്കാർ വീട്ടിൽ വന്നതിൻ്റെ സന്തോഷമൊക്കെ. പിന്നെ അവളെ ഒന്ന് സെറ്റിലാക്കി. അപ്പോഴത്തേക്കും ചേട്ടൻ വന്നു. ചേട്ടനും അമ്മയും പുറത്ത് പോയിക്കുമായിരുന്നു. അപ്പോൾ അവർ രണ്ടും വന്നു. അമ്മ വന്നപ്പോൾ നമുക്ക് ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. നല്ല അടിപൊളി കപ്പ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതാ കോക്കോ അവളുടെ കുറച്ച് ഉടുപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ ഉടുപ്പിടിപ്പിക്കുകയാണത്. നല്ല രസം, ഭയങ്കര ക്യൂട്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോക്കോ ഈ ഡ്രസ്സ് ഇട്ടപ്പോഴാണ്. നല്ല ഫ്രില്ലൊക്കെ ഉള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ട് നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളുടെ ഫിച്ചേക്കായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു 2-3 ഉടുപ്പ് അവളെ മാറി മാറി ഇടിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമാണ് കേട്ടോ, അവൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇവിടെ സിംബ ഇരിക്കില്ല കേട്ടോ ഉടുപ്പൊന്നും ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം അവളുടെ ഫാഷൻ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ ടൈമായി. നമ്മൾ ഇറങ്ങി. വീട്ടിലായാലും വന്നു കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന കോക്കോയ്ക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമേ അല്ല. അങ്ങനെ കോക്കോയ്ക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.